അയ്യോ, ഇങ്ങനെന്താ പറ്റിയത്? സാലറി കിട്ടിയെന്ന് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. 5 രൂപയോ? വെറും 5 രൂപ കിട്ടിയതിന് ഇത്രയും സന്തോഷമോ? ചെറിയമ്മേ, നിങ്ങൾ മറന്നുപോയതാണോ? അമ്മാവനിപ്പോ ഓഫീസിൽ നിന്നല്ല വരുന്നത്. ചെറിയമ്മ തന്നെയാണ് പച്ചക്കറി വാങ്ങാനായി പറഞ്ഞയച്ചത്. ഇങ്ങേരുടെ ഭയങ്കരമായ ചിരി കണ്ടപ്പോ ഞാനതങ്ങ് മറന്നുപോയി. എന്നിട്ട് പച്ചക്കറി കൊണ്ടുവന്നില്ലേ? അയ്യോ, ഇങ്ങനെ ഞാൻ ഇനി എന്ത് ചെയ്യാനാ? ചിരിച്ച് ചിരിച്ച് എന്റെ വയറിന് പ്രശ്നമായല്ലോ. ഞാനിപ്പോ വരാം കേട്ടോ. അമ്മാവാ, ഇങ്ങനെ കൂടുതൽ നേരം ചിരിക്കുന്ന സമയത്ത് വയറിന് പ്രശ്നം ഉണ്ടാകാറുണ്ട്. പക്ഷെ അമ്മാവൻ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? എന്തോ ഒരു പ്രശ്നമുണ്ട്, കണ്ടുപിടിച്ചേ മതിയാകും. നിന്റെ ഈ മുഖത്ത് ഈ മീശ ചേരില്ല ബഹദൂറെ. നീ ചെല്ല് ബഹദൂറെ, നീ ആഘോഷിക്ക്, ജീവിതം ആസ്വദിച്ച് ജീവിക്ക. എന്താണിത്? ഇത് നമ്മുടെ മോഡത്തിന്റെ ഏത് സ്റ്റൈലാണെന്ന് അറിയില്ലല്ലോ. വീട്ടിലെ അമ്മാവനാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെയാണെങ്കിൽ മേഡം എന്തൊരു കുഴപ്പമുണ്ടല്ലോ. നാട്ടുകാരെ, എല്ലാവരും ഇപ്പൊ തന്നെ എന്റെ എല്ലാ പറ്റുകളും തീർത്തോണം, അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എല്ലാത്തിനെയും ചിരിപ്പിച്ച് വലയിലാക്കും. പണവും സ്വർണമെല്ലാം എടുത്തുകൊണ്ട് കടന്നുകളയും. പുതിയൊരാള്, ഇയാൾ എന്താ അവിടെ ചെയ്യുന്നത്? എന്താ ഒരു ഗ്യാസും പുറത്തു വരുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. ഈ വീഡിയോ ഉടനെ കോജങ്ങളിൽ സെൻഡ് ചെയ്തേക്കാം. ചിലപ്പോ അങ്ങളുടെ പക്കൽ ഗ്യാസിനുള്ള മരുന്ന് വല്ലതും ഉണ്ടെങ്കിലോ. ഞാനാണ് അനന്തരവൻ. ഞാനാണ് മാവൻ. അമ്മാവനും അനന്തരവനും സ്നേഹപ്രകടനം നടത്തി കഴിഞ്ഞുവെങ്കിൽ ഗൗരവമായ കാര്യം സംസാരിക്കാൻ. ഭോജങ്ങൾ എത്രയും വേഗം ഈ ഗ്യാസിന്റെ സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്താട്ടെ. അനന്തരവാ, ഒന്ന് വേഗം നോക്കിക്കേ. അത് ശരി, അപ്പൊ ഇതാണ് കാര്യം അല്ലേ? ഭോജങ്ങൾ, ഇതൊരു സാധാരണ ഗ്യാസ് അല്ല, ഇതൊരു ലാഫിംഗ് ഗ്യാസ് ആണ്. നീ മിടുക്കന അനന്തരവാ, നീ ശരിക്കും കണ്ടുപിടിച്ചല്ലോ. നീ അയച്ചിരുന്ന വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയതിനു ശേഷം എനിക്ക് കാര്യം പിടികിട്ടി. ആ കൊള്ളക്കാരൻ ബലൂണിനകത്ത് ലാഫിംഗ് ഗ്യാസ് നിറച്ച് ജനങ്ങളെ ചിരിപ്പിക്കുകയാണ്. ജനങ്ങളുടെ മസ്തിഷ്കത്തിൽ കെമിക്കലിന്റെ പ്രഭാവം ഉണ്ടാവുമ്പോൾ അവർ തങ്ങളുടെ സാധനങ്ങളെല്ലാം ഇയാളെ ഏൽപ്പിക്കും. പിന്നെ ഒരു കാര്യം, ഈ ഗ്യാസിന്റെ സ്വാധീനം വെറും 2 മണിക്കൂർ നേരത്തേക്ക് മാത്രം. അതുകൊണ്ടാണ് നിന്റെ അമ്മാവൻ തന്നെത്താൻ നോർമൽ ആയിരിക്കുന്നത്. മാത്രമല്ല, ഞാനും ഇതുപോലെയുള്ള ഒരുപാട് ഗ്യാസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ഗ്യാസ് ഞാൻ ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. സയന്റിഫിക് കൊള്ളക്കാരനാണ് ഇവൻ. ധാരാളം ഗ്യാസുകളോ? എവിടെ? കണ്ടില്ലേ, ഇവിടെയുണ്ട്. ഈ പിങ്ക് നിറമുള്ള ഗ്യാസ് കരയുന്നതിന്, ആ ബ്ലൂ നിറമുള്ള ഗ്യാസ് നിലവിളിക്കുന്നതിന്. നമ്മളിപ്പോൾ ഈ കരയിക്കുന്ന ഗ്യാസും ലോഫിംഗ് ഗ്യാസും തമ്മിൽ മിക്സ് ചെയ്യുകയാണെങ്കിലോ? എന്താകുമെന്ന് എനിക്കറിയില്ല, ബട്ട് ലെറ്റ് മീ ട്രൈ. കൊള്ളാം അനന്തരവാ, യു ആർ ജീനിയസ്. 2 ഗ്യാസും ചേർന്ന മിസ്റ്റർ ഇപ്പോ ലാഫിംഗ് ഗ്യാസിനുള്ള ആന്റിഡോട്ടിന്റെ ഫലം ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഈ അനന്തരവന്റെ ബുദ്ധിയും ഖോജിയുടെ ഗവേഷണങ്ങൾക്കും പകരമായി മറ്റൊന്നില്ല. ഇനി ഈ സ്പെഷ്യൽ ആന്റിഡോട്ട് മണക്കുന്നവരിൽ ലാഫിംഗ് ഗ്യാസിന് സ്വാധീനം ചെലുത്താനാവില്ല.
ഓ ഗോഡ്, ഇവർക്ക് എന്താണാവോ ഇങ്ങനെ സംഭവിച്ചത്? ഞാനും ഇപ്പൊ ചിരിക്കുന്ന പോലെ ആക്ട് ചെയ്യണം. അപ്പൊ ഇയാൾ കരുതിക്കോളും ഞാൻ ലോഫിംഗ് ഗ്യാസ് നടത്തുന്നു. എത്ര നാളുകൾക്ക് ശേഷമേ ഞാനിങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്. ഈ ചെറുക്കൻ എപ്പോഴും വലിയ ഹീറോയിസം കാണിക്കുന്നവനാണല്ലോ. ഇന്ന് ഇവൻ എങ്ങനെയാണ് എന്നെ തടയുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഓ, ചിരിപ്പിച്ച് വലയിലാക്കും ഞാൻ. സ്വർണവും പണവും എടുത്തുകൊണ്ട് സ്ഥലം വിടും. സേഫിന്റെ താക്കോല് എടുത്തോളൂ, ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഭോജ്യങ്ങളുടെ എവിടെയെല്ലാം വില പിടിച്ച സാധനങ്ങൾ സൂക്ഷിച്ചിട്ടെന്ന് അറിയണ്ടേ? കള്ളന്മാരെ പിടിക്കുന്നവൻ ഇന്നൊരു പെരുങ്കള്ളനെ സഹായിക്കുന്നു. എന്നെ ശ്രദ്ധിക്കണം, അപാര ബുദ്ധി എനിക്ക്. അങ്ങൾ വേഗം ഇതൊന്ന് തുറക്കൂ, ഇതിന് നിറയെ സ്വർണ്ണമാണുള്ളത്. കൊടും ചതി. കൊടും ചതിയല്ല, നിങ്ങളൊന്ന് ആ അലമാരിക്കകത്ത് നോക്കൂ, മാസ്ക് ധരിച്ച അങ്കിള്. ഇത് നന്നായി മോനെ. നമ്മുടെ സ്വർണവും പണവും എല്ലാം ഒരു നല്ല മനുഷ്യന് തന്നെ പ്രയോജനപ്പെട്ടുവല്ലോ. ഞാൻ ഈ നല്ല അങ്കിളിന്റെ ഭാഗ്യപൂട്ടുകളുടെ താക്കോലുകൾ കൊടുത്തോട്ടെ. താങ്കൾ യഥാർത്ഥത്തിൽ ഒരു സൽക്കർമ്മിയും മഹാമനസ്കനുമാണ്. എന്നോട് ക്ഷമിച്ചേക്കണേ, നീയെ സാറിനെ സഹായിക്കാണല്ലേ. ഐ എം പ്രൗഡ് ഓഫ് യു. ഞാനിപ്പോ വരാം കേട്ടോ. മാസ്ക് ധരിച്ച അങ്കിളെ, ദേ ഈ താക്കോല് പിടിച്ചോ. നിങ്ങൾ തോറ്റു പിന്മാറരുത്. എഴുന്നേൽക്കൂ, ഇനിയും ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊള്ളയടിക്കണ്ടേ. എന്റെ നല്ല കൊള്ളയടിക്കാരനല്ലേ. മോനെ അനന്തരവാ, ഞാൻ വല്ലതും സഹായിക്കണോ? സോറി, ഞാൻ ഇപ്പൊ വരാം. കൊള്ളക്കാരന് രക്ഷപ്പെടാൻ പറ്റില്ല. ഐഡിയ! ലാഫിംഗ് ഗ്യാസിന്റെ അത്ഭുതം നീ കണ്ടു കഴിഞ്ഞില്ലേ? ഇനി നീ ക്രൈയിങ് ഗ്യാസിന്റെ അത്ഭുതം കാണും. പോലീസ് മാഡം, നിങ്ങൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? അതേ അനന്തരവനെ, ഞാനിപ്പോ ശരിക്കും നോർമലാ. പോലീസ് മാഡം, എനിക്ക് കൂടുതൽ നേരം സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഉടൻ തന്നെ ഗോജ്യങ്ങളുടെ ലാബിൽ എത്തിച്ചേരുക. ഇപ്പൊ അവിടെ എത്താം. ഇതാ അങ്കിൾ, ഈ വെള്ളം കുടിച്ചോളൂ. അതെ അങ്കിൾ, ഇപ്പൊ വായുവിലെ ഗ്യാസ് ഒന്നുമില്ലല്ലോ. മുഖത്ത് നിന്ന് ഈ മാസ്ക് അഴിച്ചു മാറ്റൂ അങ്കിൾ. മോൻ പറഞ്ഞത് ശരിയാണല്ലോ. ഇത് കുപ്രസിദ്ധ കൊള്ളക്കാരൻ ഡാക്ക ചൗധരിയാണല്ലോ. വേഗം വരൂ, ഇനിയും ഒരുപാട് അലമാരികൾ ഉണ്ട് അങ്കിൾ. മോൻ വിഷമിക്കണ്ട, എന്റെ കുഞ്ഞു മാലാക കൂട്ട. എന്റെ അമ്മാവ, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന മനുഷ്യൻ ഇപ്പോൾ സ്വയം കരയുന്നു. ഇതെന്തൊരു കാഴ്ച! വിരോധാഭാസാണല്ലോ. ഒരാള് ചിരിക്കുന്നു, ഒരാള് കരയുന്നു, പിന്നെ മൂന്നാമത്തെ ഒരാൾ. ഈ അമ്മാവനെന്തോ കൺഫ്യൂഷൻ ഉള്ള പോലെ ഉണ്ടല്ലോ. അതൊക്കെ വിട്ടേക്ക് മാഡം. ആദ്യം ഈ ഡാക്ക ചൗധരിയെ അറസ്റ്റ് ചെയ്യണം. ഇയാളുടെ ലാഫിംഗ് ഗ്യാസിൽ മാഡവും പെട്ടിരുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നേന്ന് കണ്ടോ? നിനക്കിനി രക്ഷയില്ല ഓംകാ ചൗധരി. മര്യാദയ്ക്ക് നീ നിയമത്തിന്റെ മുന്നിൽ കീഴടങ്ങുന്നതാണ് നല്ലത്. അയ്യോ, എന്റെ പൊന്നനന്തരവാ, ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? ഗ്യാസിന്റെ ഡോസ് കുറച്ച് കൂടിപ്പോയെന്നാ തോന്നുന്നത്. ഗോജി അങ്കിൾ ഇതേ കുറിച്ച് ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഐഡിയ!
ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് മോഷ്ടിച്ചെടുത്തതെല്ലാം നീ കൈക്കലാക്കിയല്ലേ? ഈ ടഹാക്ക ചൗധരി നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. പോലീസ് മാഡം, ഇതാ നിങ്ങൾ അന്വേഷിക്കുന്ന കുറ്റവാളി. താൻ കുറിച്ച കുഴിയിൽ തന്നെ വീണിരിക്കുകയാണ്. ഇയാളെ അറസ്റ്റ് ചെയ്തോളൂ. എടാ കൊള്ളക്കാരന്റെ മോനെ, ഇനി നീ ജയിലിനകത്ത് കിടന്ന് കരഞ്ഞോ? അതിന് പ്രത്യേകിച്ച് ഗ്യാസ് ഒന്നും വേണ്ടടാ. ഇപ്പൊ തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ അമ്മാവാ? ഓയ് അതെ അനന്തരവാ.